ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഇതിൽ പുട്ടുണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ചിരട്ടയിൽ അല്ലേ. അപ്പോൾ ഇന്ന് നൂൽപുട്ടും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യമായിട്ട് കാണുന്നില്ലെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ ആദ്യം കുറച്ച് 2 സവോളയും തക്കാളിയും അതിലേക്ക് വേണ്ട പച്ചമുളകും കറിവേപ്പിലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കഴുകാനായിട്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമ്മളെപ്പോഴും ഓൾറെഡി അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പണിയില്ല കേട്ടോ. അത് നിങ്ങളെപ്പോഴും ചെയ്ത് വെച്ചോട്ടോ. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ മസാലക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ അരയ്ക്കണതും അത് ഈ തൊണ്ട് കളയാനൊക്കെ ആയിട്ട് ഭയങ്കര പണിയാണ്. ഈ വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ഇല്ലേ, അത് എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തൊണ്ട് കളയാനുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഒന്ന് കണ്ട് നോക്ക് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഉപ്പും ഇട്ടിട്ട്, അതായത് ഈ മാവിന് എത്രയാണോ വേണ്ട അത്രയും ഉപ്പും ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് കേട്ടോ നമ്മളിന്ന് പൊടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം പീച്ചുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഈസിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയാക്കിയിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചതിൻ്റെ ഇടയിൽ ഞാനത് മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വരഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചുറ്റിലുമായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ വേഗം ഈസി ആയിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ കറി വെക്കാൻ തുടങ്ങാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പെരിഞ്ജീരകം കൊണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പെരിഞ്ജീരകം പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തതും ഞാൻ പുറത്തേക്ക് തെറിക്കാതിരിക്കാനായിട്ട് അതിലേക്ക് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് മുഴുവൻ എണ്ണ തെറിക്കും. അപ്പോൾ നമ്മുടെ കറിവേപ്പില പൊട്ടി വന്നതും അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുക കേട്ടോ. 2 സവോള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി കിട്ടാനായിട്ട് അതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു 1/4 ഭാഗം വാടി വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല കുഴമ്പ് പോലെ വഴറ്റിയെടുത്താലാണ് കറിക്ക് ടേസ്റ്റ് കൂടുക കേട്ടോ. അപ്പോൾ ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞതും നമുക്കതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. ഗരം മസാലയല്ല, ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം പോകുന്ന വരെ അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പച്ചമണം പോയി കഴിഞ്ഞതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഇനി നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തേങ്ങ ഇടാതെ നിങ്ങൾ വെക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഇതൊന്ന് തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിള വന്നിട്ടുണ്ട്. സവോളയും തക്കാളിയൊക്കെ അതിൽ കിടന്ന് കുറച്ചുകൂടി വന്നിട്ടുണ്ടാവും. ഇനി ഇത് തിള വന്നതും നമുക്കിതിലേക്ക് മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ കൂടി ഒന്നുകൂടി ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് തിള വന്നു കേട്ടോ. ചെറുതായിട്ട് തിള വന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വെച്ച് കൊടുക്കാം. തേങ്ങ ഇടാൻ ഇഷ്ടമില്ലാത്തവർ ഈ ടൈമിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക, അങ്ങനെ കഴിക്കാവുന്നതാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണ്ട, നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ തേങ്ങ അരച്ചതും കൂടി നല്ലോണം പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഈ ടൈമിൽ എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് ലൂസാക്കണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ സവോള വഴറ്റുന്ന സമയത്ത് ഒരു അല്പം ഉപ്പിട്ട് കൊടുത്താണ്, പിന്നീട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ചാൽ മതി. ഞാൻ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇത്തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടുണ്ടാക്കിയ അന്നത്തെ ആ ഒരു ചിരട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലെ ഹോൾസൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നൂൽപുട്ട് ഞാൻ ഒന്ന് പീച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ചിരട്ടയിലേക്കും പീച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പീച്ചുന്ന സമയത്ത് ഈ ചിരട്ട ഇങ്ങനെ ചെരിഞ്ഞു പോകുമല്ലോ, എന്തായാലും അടിഭാഗം അതിൻ്റെ സ്ട്രൈറ്റ് അല്ല. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സോ ഒരു കപ്പോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് പീച്ചാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചരിയാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ചിരട്ടകളും പീച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ 2-3 ചിരട്ട മാത്രമേ ഉള്ളൂ കേട്ടോ ഹോൾസ് ഉള്ളത്. അല്ലാത്തത് ഞാൻ വേറൊരു പാത്രത്തിൽ വെക്കാറുണ്ട്. അപ്പോൾ അതുകൂടി കാണിച്ചു തരാം. ഇതിപ്പോൾ കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മുട്ടക്കറിയെ വെക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മുട്ടയിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നൂലിപ്പുട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും മുട്ട
പുഴുങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും എക്സ്ട്രാ വെള്ളം വെച്ചിട്ട് ഗ്യാസ് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ടൈമിലും നിങ്ങൾ മുട്ടക്കറി വെക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തോട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ നൂലിപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതും ആവും അതും ആവും. അപ്പോൾ ഗ്യാസിന് ലാഭമായില്ലോ. അപ്പോൾ ഇതേ ഞാൻ ആ ഹോൾസുള്ള ഭാഗം കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിൻ്റെ മൂടിയിൽ വാഷർ ഊരാതെ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചിരട്ടപ്പുട്ട് അതിലേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേ ഇഡലി ചെമ്പിലും ദേ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ദേ നമ്മുടെ കുക്കറിലുള്ള അത് എന്താണ് ചട്ടപ്പുട്ടിൽ ആവിയൊക്കെ നല്ലോണം വന്നു തുടങ്ങി. ഒരു 3 മിനിറ്റൊക്കെ മതിയാവും. ഒന്നാമത് നമ്മൾ ഇതൊന്ന് വാട്ടിയെടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പകുതി കുക്ക് ആ ടൈമിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് മാത്രം ഇതൊന്ന് ആവി കയറ്റിയാൽ മതിയിട്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്കറിൽ വെച്ചിരിക്കുന്നത്. ഇഡലി ചെമ്പിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇതേതപ്പോൾ നമ്മുടെ എന്താണ് ചട്ടപ്പുട്ട് കുക്കറിൽ റെഡി ആയിട്ടുണ്ട്. ഇതേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ എണ്ണയൊന്നും തേച്ച് കൊടുത്തില്ല. നിങ്ങൾക്ക് ഇതിലേക്ക് അടിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഓരോ ലെയറായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ നൂലിപ്പുട്ട് പീച്ചുക, വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മുട്ടക്കറിയും കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഈ കറി നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഇഡലി ചെമ്പിലെ എന്താണ് നൂലിപ്പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇതൊരു 3 മിനിറ്റൊക്കെ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് മതി കേട്ടോ. മറ്റേത് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് കുക്കറിലാണെന്നുണ്ടെങ്കിൽ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ചട്ടപ്പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഈ ചട്ടപ്പുട്ട് ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾ മണ്ണിൽ? ആ ഒരു ഓർമ്മയാണ് കേട്ടോ അത് കാണുമ്പോൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരുന്നുണ്ടാവും. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലേ, ചിരട്ടിയിലും ഉണ്ടാക്കാം. ഇപ്പോഴത്തെ മക്കളൊക്കെ ഫോണിലല്ലേ കളിക്കുന്നത്. നമ്മളെപ്പോലെ വെളിയിൽ കളിച്ചിട്ടുള്ള ശീലമൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെയാണ് കളിക്കുന്നതെന്നും നമ്മളിതിൽ മണ്ണ് നിറച്ചിട്ട് കളിക്കുന്നതൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്കൊന്ന് കളിക്കാനൊക്കെ തോന്നും. അപ്പോൾ ഇത് നമ്മുടെ എന്താണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അതുകൂടി ഒന്ന് പോയി കാണാം കേട്ടോ.